കക്കാടംപൊയിലുള്ള ബോളിവാർഡ് റിസോർട്ടിൽ ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ ആദ്യം തന്നെ ഒരു കുഞ്ഞ് ഫ്രിഡ്ജാണ് കേട്ടോ കണ്ടത്. ഋഷി അത് അപ്പം തന്നെ തുറന്നു നോക്കി. അപ്പോൾ അതിലാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, വലിയൊരു ചോക്ലേറ്റ് തന്നെ എടുത്ത് ഞങ്ങൾ തിന്നൽ തുടങ്ങി. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് തിന്നാൻ വേണ്ടി വെച്ചത് തന്നെയാണല്ലോ അല്ലേ അത്, അല്ലാതെ കാണാൻ വെച്ചതൊന്നും അല്ലല്ലോ. എന്നാൽ പിന്നെ ഇനി കുറച്ച് ഡ്രിങ്ക് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് റെഡ് ബുൾ എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ റെഡ് ബുൾ കുടിക്കുന്നത്. സംഭവം എനർജി ഡ്രിങ്ക് ഒക്കെ തന്നെ ആണെങ്കിലും അതിനൊരു ടോണിക്കിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. അത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഈ ടോണിക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലഡിൻ്റെ ടേസ്റ്റ് ആണല്ലോ അല്ലേ. ഞാൻ ബ്ലഡ് കുടിച്ചു നോക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ, പക്ഷെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യണത്. ചിലപ്പോൾ എനിക്ക് ടോണിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തോന്നുന്നതാവാം. ഋഷുവിൻ്റെ കാര്യം പറയുമ്പോൾ ഓന് റിസോർട്ടിൽ വരുന്നത് തന്നെ സ്വിമ്മിംഗ് പൂളിൽ കളിക്കാനാണ് കേട്ടോ. അതുപോലെ റിസോർട്ടിൽ വരുമ്പോൾ മാത്രമേ ഓന് സ്വിമ്മിങ് ചെയ്യാനുള്ള ഒരു അവസരമുള്ളൂ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പുഴയിലും കുളത്തിലൊക്കെ നീന്താനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ. പിറ്റേ ദിവസം ബെഡ് കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടോ. നമ്മൾ റിസോർട്ടിൽ നിന്നൊക്കെ തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യുന്നൊരു കാര്യം ഈ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ വല്ല അപ്പോ ചട്ടിനിയൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. റിസോർട്ടിലാണെങ്കിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ നമ്മളെ വീട്ടിലെ കഞ്ഞിയാണെങ്കിലും അതല്ലേ നമുക്ക് എന്നും ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതിൽ സംതൃപ്തി അടയുക, അല്ലാതെ ഇപ്പോൾ മോഹിച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടുത്തെ കോടയൊക്കെ കണ്ടിങ്ങനെ നടന്നു കേട്ടോ. പിന്നെ ചെക്കൗട്ട് ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു ഊഞ്ഞാൽ കാണുന്നത്. പിന്നെ ഞാനും ഋഷു അതിലൊന്ന് ആടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പോണ വഴിക്ക് ഞാനും ഇക്കയും പറയണത് എന്താന്ന് വെച്ചാൽ കക്കാടംപൊയിൽ പഴയ കക്കാടംപൊയിലൊന്നും അല്ല എന്നാട്ടോ. എന്താ വെച്ചാൽ പുതിയ റോഡൊക്കെ വന്നുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി.